നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ലീലാവിലാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇപ്പോൾ കേൾക്കുന്ന പലതരം വാർത്തകളും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. നമ്മൾ പലതും കണ്ടു, പലരും ഞെട്ടി, ഒന്നും ഉണ്ടായില്ല. സുകുമാരൻ നായർ അതേ സ്ഥാനത്ത് അതേപോലെ തല ചൊറിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒന്നും സംഭവിച്ചില്ല. ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റിനെ അങ്ങോട്ട് കയറ്റാൻ അനുമതി കൊടുത്തില്ല, നമ്മൾ കണ്ടതാണ്. ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി NSS ആസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം നടത്തി മുന്നേറുമ്പോൾ എല്ലാവരും സംശയിച്ചു. കാരണം അതിന് നേരെ മുന്നിലാണ് NSSൻ്റെ കവാട ഗേറ്റ്, അതിൻ്റെ നേരെ അപ്പുറത്താണ് മന്നം പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപം. അപ്പോൾ ഇവിടുത്തെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു പഴയ പരമോന്നത വ്യക്തി തന്നെയാണ് മന്നത്ത് പത്മനാഭൻ. അപ്പം പ്രധാനമന്ത്രി ഈ പ്രചരണം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടു മുന്നേ ഒരു 10 അടി അങ്ങോട്ട് നടന്നുപോയി അവിടെ ഒരു പുഷ്പാർച്ചന നടത്തുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചു. എന്തോ അതവിടെ കണ്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് മുന്നേ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിനെ ആ വഴിക്ക് കടക്കാൻ പാടില്ല പറഞ്ഞ് ആട്ടിപ്പായച്ചത്, സുധീരനെ ആട്ടിപ്പായച്ചിട്ടുണ്ട്. അങ്ങനെ പലരെയും, ആനന്ദ ഘോഷ് ഇവിടുത്തെ ബംഗാളിലെ ഗവർണർ, അങ്ങനെ പല ന്യൂസുകളും ചൂടായിട്ട് ദിവസവും ഇറക്കി വിട്ട ഒരു പരമോന്നത വ്യക്തിയായിട്ട് തന്നെ സുകുമാരൻ നായരെ നമുക്ക് ചിത്രീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും പാഠം പഠിപ്പിച്ച ചങ്കൂറ്റമുള്ള ആളാണോ, ഇനി എന്ത് വാക്കാണ് എനിക്ക് പറയേണ്ടത് അറിയില്ല. എന്തായാലും ഇതൊക്കെ ഇവിടെ നടന്ന് ജനങ്ങളെ അതായത് കബളിപ്പിച്ച എന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ നായർ വിഭാഗത്തിലുള്ളവരെ കബളിപ്പിച്ചു എന്നോ വേണമെങ്കിൽ അവർക്ക് തോന്നാം. പക്ഷേ ഇതിൽ ഏറ്റവും തമാശ, കഴിഞ്ഞ നായർ കമ്മിറ്റി ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് ആളെ എടുക്കുമ്പോൾ അന്ന് അതിലേക്ക് എടുത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ R ബാലകൃഷ്ണ പിള്ളയുടെ മകൻ ഗണേഷ് കുമാർ. അദ്ദേഹം NSSൻ്റെ ഡയറക്ടർ ബോർഡിലൊക്കെ വന്നു. നല്ല രീതിയിൽ സുകുമാരൻ നായരുമായിട്ട് വളരെ അടുപ്പത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. അവസാനം ഈ പ്രസിഡൻറ്റിന് വൈസ് പ്രസിഡൻറ്റിന് അനുമതി കൊടുത്തില്ല, ഗവർണർ. അപ്പോഴൊക്കെ അതിനെ പോളിഷ് ചെയ്യാൻ നോക്കിയാണ് ഈ ഗണേഷ് കുമാർ. അവസാന തീരുമാനം സെക്രട്ടറിയുടെ തന്നെയാണ്, അതിനാരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെക്രട്ടറിക്ക് വേണ്ടി ഓശാന ഊതിയ ആളാണ് ഗണേഷ്. ആ ഗണേഷിനെ ഇപ്പോൾ കഴിഞ്ഞ മാസം പിടിച്ച് അതിൽ നിന്ന് പുറത്താക്കി. അതോടെ ഗണേശിൻ്റെ സ്വഭാവം പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഗണേശൻ ഇന്നലെ മിനിഞ്ഞാന്നോ വലിയൊരു വാർത്താ സമ്മേളനം നടത്തുന്നതായി കണ്ടു. ഇത്രയും മോശമായിട്ട് നീ സെക്രട്ടറിയെ ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബാക്കിയുള്ളവരൊക്കെ ആ കാര്യം കഴിഞ്ഞ് സ്ഥലം വിടുക ചെയ്യുക. ഇതങ്ങനെയല്ല, ഗണേശൻ ഓപ്പണായിരുന്നിട്ടാണ് കാച്ചി വിടുന്നത് ഈ സെക്രട്ടറിയെക്കുറിച്ച്. അതിൻ്റെ ഇടയിലാണ് വേറൊരു സംഭവം ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വളരെ സങ്കടകരമാണ് സംഭവമാണ് എനിക്ക് അതിനെ കണ്ടപ്പോൾ തോന്നിയത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ മുന്നേ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവം കൂടി പറയണം, അപ്പോഴത് മനസ്സിലാവുള്ളൂ. കാരണം സിനിമയിലെ ഒരു നടനാണ് അനൂപ് മേനോൻ. അനൂപ് നായരോ മേനോനോ എന്തോ ആണ്, ഈ വാല് വെച്ചാലാണല്ലോ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇത്ര കാലം പറയാത്ത മതേതരനായി ആരുടെ മുന്നിലും പിടികൊടുക്കാതെ നടന്നിരുന്ന VD സതീശൻ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എഴുതി കൊടുത്ത, അതായത് സർട്ടിഫിക്കറ്റിലൊന്നും ആ പേരില്ല, ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഒരാളുടെയും സർട്ടിഫിക്കറ്റിൽ ഞാനത് വളരെ ശ്രദ്ധിച്ചു, രാമകൃഷ്ണൻ നായർ, VD സതീശൻ മേനോൻ അല്ലെങ്കിൽ കൃഷ്ണൻ നായർ, ഇതൊന്നും ഒരാളുടെ സർട്ടിഫിക്കറ്റിലും ഇല്ല, അതിട്ട് ചേർക്കാറുമില്ല. പിന്നീട് പ്രൗഢി കിട്ടാൻ, അതായത് ആ ഒരു ആഢ്യത്വം കിട്ടാനാണ് കുറച്ച് വയസ്സാകുമ്പോൾ, ചിലർ 30 വയസ്സാകുമ്പോൾ തന്നെ തുടങ്ങും, കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് മേനോനോ നായരെന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായിട്ട് ഈ മുഖ്യമന്ത്രി കസേര കിട്ടിയപ്പോൾ കിട്ടുന്നതിനുമ്പോൾ പറഞ്ഞിട്ടില്ല കേട്ടോ, കിട്ടിയപ്പോൾ
സത്യപ്രതിജ്ഞാ ചടങ്ങിന് എഴുതി കൊടുത്തപ്പോൾ VD സതീശൻ മേനോൻ, അപ്പോൾ മേനോൻ ഛർദ്ദിച്ചു അവിടെ കൊണ്ടുവന്നിട്ട്. അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും, ഈ നായരും മേനോനും ഛർദ്ദിക്കുക ആ ആഢ്യത്വത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ അനൂപ് മേനോൻ എന്ന് പറയുന്ന സിനിമാ നടൻ ഇതുപോലെ സുകുമാരൻ നായർക്കെതിരെ ആയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. എന്താണ് മൂപ്പരെ കല്യാണം, മൂപ്പര് നായരായ കാരണം കല്യാണം നടത്തി തരേണ്ടത് അവിടുത്തെ NSS കരയോഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു, കല്യാണം കഴിക്കുന്നത് തീരുമാനിച്ചില്ല, ആരും ശരിയായിട്ടുണ്ടായിരുന്നില്ലാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ടാലൻറ്റഡ്, അതായത് ബുദ്ധിയുള്ളതും വളരെ കർഷകയുമായ വളരെയധികം ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരു കുട്ടി മൂപ്പർക്ക് കല്യാണം ശരിയായി. അപ്പോൾ കല്യാണം അതുവരെ മൂപ്പര് ഇത് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കല്യാണം ശരിയായപ്പോഴാണ് കല്യാണം നടത്താൻ കരയോഗം നടത്തി തരുമെന്ന് മൂപ്പര് ഞെട്ടി ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറയാം. ഞാൻ ആലോചിച്ച് ചെങ്ങായി എന്ത് വിഡിത്തരായി പറയുന്നത്. കല്യാണം അങ്ങനെ ഒരാളെ ശരിയായിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ എന്തിന് കരയോഗം, എന്തിന് NSS കരയോഗം? പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും പോയിട്ട് രജിസ്റ്റർ ഓഫീസ് പോയി രജിസ്റ്റർ ചെയ്യുക ഒന്ന്, അല്ലെങ്കിൽ ആരെയും സമ്മതം വേണ്ടടോ, എല്ലാവരെയും ക്ഷണിക്കുക, ഒരു അമ്പലത്തിൽ പോയി മാല ഇടാം, അടുത്തുള്ള അമ്പലത്തിൽ തന്നെ സദ്യ നടത്തുന്ന അമ്പലങ്ങളുണ്ട്, അവിടെ സദ്യ കൊടുക്കാം, അല്ലെങ്കിൽ അടുത്തുള്ളൊരു ഓഡിറ്റോറിയം എടുത്ത് അവിടെയും ഒരു ഫംഗ്ഷനൊക്കെ നടത്തി ഇത് നടത്താം. അപ്പോൾ ഇയാൾ എന്താണ് കല്യാണം കഴിക്കാതെ നടക്കുമ്പോൾ കല്യാണം ശരിയായപ്പോൾ ഇനി കരയോഗം ഇത് നടത്തി തരുമെന്ന് പേടിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ആ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ നായർ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരനെ ഒന്ന് പള്ളു പറയാന്നുള്ളത് തന്നെ ഉദ്ദേശമുള്ളൂ. അങ്ങനെ വളരെ ശക്തമായിട്ട് ആ പള്ളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ സുകുമാരൻ നായർക്ക് ഇവനൊരു പണി കൊടുക്കണം എന്നുള്ളൊരു ബോധോദയം ഉണ്ടായി കാണണം. അല്ലാതെ ഇപ്പോൾ മിനിഞ്ഞാന്നുണ്ടായി സംഭവം പുറത്തേക്ക് വരില്ല. എന്താ സംഭവം? ഈ അനൂപിൻ്റെ ഏട്ടൻ്റെ ഭാര്യ NSSൻ്റെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ ഈ അനൂപിന് കൊടുക്കേണ്ട ഒരു പണി ഈ അനൂപിനെ തൊടാനൊന്നും പറ്റില്ല. കാരണം അനൂപ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നുമില്ല. ആകെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയത് കല്യാണം കരയോഗത്തിനോട് ചെയ്യാൻ പറ്റുമോ അത് നടത്തി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലായത്. അത് നടത്തി കൊടുക്കുമ്പോൾ സുകുമാരൻ നായർ ഒരു കമൻറ്റും പറഞ്ഞു. അതായത് അവനൊരു പെണ്ണ് അങ്ങനെ ശരിയായിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാനാണ് പറഞ്ഞത് സുകുമാരൻ നായർ, കളിയാക്കിയിട്ടാണെങ്കിൽ പോലും. അപ്പോൾ ഈ അനൂപ് ഇങ്ങനെയൊക്കെ കളിയാക്കിയപ്പോൾ ഒരു പണി കൊടുക്കണമെന്ന് അതിനുശേഷം സുകുമാരൻ നായർ ഉറപ്പിച്ചു. പണി ആർക്കാണ് കൊടുത്തത്? ഏട്ടൻ്റെ ഭാര്യ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർക്ക്. ഈ ടീച്ചറെ പിടിച്ചിട്ട് ഏതോ NSSൻ്റെ അകലെ കിടക്കുന്ന വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അങ്ങോട്ട് കൊടുത്തു. കേൾക്കണോ പുലിവാല്? ഇവിടെ വീടിൻ്റെ അടുത്ത് സമാധാനമായിട്ട് ഏട്ടനും പുള്ളിക്കാരത്തിയും ജോലി കഴിഞ്ഞ് അടുത്ത് വന്ന് അങ്ങനെ ജീവിക്കുമ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് സുകുമാരൻ നായരെ നടക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഈ ഏട്ടനും ഭാര്യയും കൂടി സുകുമാരൻ നായരെ കാല് പിടിക്കാൻ ചെല്ലുന്നു. ഞങ്ങൾ അനൂപുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കുടുംബവുമായിട്ട് അതൊരു സത്യമാണ് അവർ വിളിച്ചു പറയണത്. അനൂപ വീട്ടിലേക്ക് ചെല്ലില്ല. അവന് സിനിമയിൽ നിന്ന് കാശുണ്ടെങ്കിൽ അവൻ തോന്നിയ മാതിരി ജീവിക്കുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നേയില്ല. ഞങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തിനാണ് എൻ്റെ ഭാര്യയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കാല് പിടിച്ചിരിക്കുകയാണ്. ഇനി സാക്ഷാൽ NSSൻ്റെ രാജാവായ സുകുമാരൻ നായർ കണിഞ്ഞ് അനുഗ്രഹിച്ച് അത് ക്യാൻസലാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ചിന്തിക്കാതെ ആലോചിക്കാതെ പെട്ടെന്ന് ഓരോ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിഡിത്തമാണ് ഇപ്പോൾ ഇത്. അനൂപിൻ്റെ ഏട്ടനുമായി ഒരു പൊരുത്തവുമില്ലാതെ അവർ കാലങ്ങളായി ജീവിക്കുമ്പോൾ അനൂപ് പറഞ്ഞ തമ്മാടിത്തരത്തിന് ഏട്ടൻ്റെ ഭാര്യയ്ക്ക് എന്തിന് ശിക്ഷ കൊടുക്കണം സുകുമാരൻ നായർ? വലിയ വിഡിത്തരല്ലേ ചെയ്തത്? ഇതുപോലെ തന്നെയാണ് ഇവിടെയുള്ള പല സംഭവങ്ങളും വൃത്തികേടായി മാറുന്നത്. ചിന്തിക്കാതെ ആലോചിക്കാതെ കൂടുതൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനങ്ങളാണ് പലപ്പോഴും പ്രക്ഷോഭങ്ങൾക്കും പലതരം കോലാഹലങ്ങൾക്കൊക്കെ ഇടയായിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായർക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത്. എന്തായാലും അനൂപിൻ്റെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക്
പഴയ സ്കൂളിൽ തന്നെ ജോലി ചെയ്യാനുള്ള സമ്മതം സാക്ഷാൽ സുകുമാരൻ നായർ അനുവദിച്ചു കൊടുക്കുമെന്നെയാണ് സമൂഹം വിശ്വസിക്കുന്നത്. എന്തു തന്നെയായാലും ഈ വൈസ് പ്രസിഡൻറ്റിനോടും സുരേഷ് ഗോപിയോടും ബംഗാൾ ഗവർണറോടും അങ്ങനെ പലരോടും ചെയ്ത ആ തെറ്റ് ഇനിയും സുകുമാരൻ നായർ ആവർത്തിക്കരുത്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹത്തിലുള്ള എല്ലാവരും ഒന്നിച്ചാലാണ് സമൂഹമുള്ളൂ. ആരും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇവിടെ സാധ്യമല്ല.